ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. മക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽഫ് സബിൻ സാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്തായാലും നമ്മുടെ എല്ലാ എക്സാമിനും നമ്മളിപ്പോൾ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കണ്ടു, രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഇനി എന്തായിരിക്കും ബാക്കി ഉണ്ടാവുക? മൂന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന് അഥവാ മൈക്രോ അല്ല തേർഡ് ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്പാദനവും ചെലവും എന്ന് പറയുന്ന ചാപ്റ്ററിന് വരാൻ ചാൻസ് കൂടുതലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് കേട്ടോ. ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അതിൻ്റെ കാരണം എന്തായാലും കുറച്ച് ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചെടുക്കാനുണ്ട് അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം, ലൈവിൽ ഡിസ്കസ് ചെയ്യാം. മക്കൾ ലൈവ് ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ ദ ബേസ് ഓഫ് ഫോളോവിങ് ടേബിൾ കാൽക്കുലേറ്റ് TFC, TVC, AVC, AC ആൻഡ് MC. ഓക്കെ, ഈ പറഞ്ഞ 5 ആൾക്കാരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? അതായത് ഈ 5 കോളം നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളങ്ങളൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് അറിയണം അല്ലേ? ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നമുക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ടോട്ടൽ വെച്ചിട്ടും മറ്റൊന്ന് പഠിക്കാനുള്ളത് ആവറേജ് വെച്ചിട്ടുമാണ്. ഓക്കെ, ആവറേജ് വെച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ ടോട്ടലിൽ തന്നെ നമുക്ക് 3 ആൾക്കാരെ വരുന്നത്. ടോട്ടലിൽ 3 ആൾക്കാർ വരുന്നത്, ഒന്ന് നമുക്ക് TC വരുന്നു, രണ്ടാമത്തെ നമുക്ക് TFC വരുന്നു, ആൻഡ് മൂന്നാമത്തെ നമുക്ക് വരുന്ന ആരാണ്? TVC ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ 3 പേരെ വരുന്നത്. ഇവരുടെയൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ആവറേജ് നമുക്ക് വരുന്നത്. സെയിം അതേപോലെ തന്നെ നോക്കിക്കോളൂ. ആദ്യം TCയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് AC വരുന്നു, ദെൻ TFCയുടെ ഓപ്പോസിറ്റായിട്ട് AFC വരുന്നു, ആൻഡ് ഈ പറഞ്ഞ TVC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? AVCയും വരുന്നു. ആൻഡ് എക്സ്ട്രാ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരാളെ കൂടി പഠിക്കാനുണ്ട്. അയാളെയാണ് നമ്മളോട് ചേർക്കുന്നത്. ആര്? പ്ലസ് MC. ഓക്കെ, MC കോസ്റ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കോസ്റ്റ് കർവുകൾക്ക് വേണ്ടിയിട്ട് കോസ്റ്റുകൾ നിങ്ങൾ പഠിക്കണം, ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ കോസ്റ്റുകളൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ടോട്ടലിൻ്റെ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ, TC എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഈ പറഞ്ഞ TFCയും അതേപോലെ TVCയും ചേർത്തതിന് തുല്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കോളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് TFC ആണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? TCയിൽ നിന്നും വേണം ഈ പറഞ്ഞ TVC കുറച്ചാൽ എന്ത് കിട്ടും? നമ്മുടെ TFC കിട്ടും. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന TVC ആണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? TCയിൽ നിന്ന് നമ്മൾ നേരത്തെ കുറച്ച് TVC കുറച്ചപ്പോഴാണ് TFC കിട്ടിയതെങ്കിൽ അതേ TVC കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? TFC കുറച്ചാൽ മതി. ഓക്കെ, ഈ ബേസിക്കലി ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. കാരണം എപ്പോഴും മാറി ചോദിക്കുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ ഫൈനൽ എക്സാമിന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ എക്സാമിനൊക്കെ ചെയ്തിട്ടുള്ള കാര്യം ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം തന്നില്ല, ഇതുപോലെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു തന്നില്ല, പകരം ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ച് പോവുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? ടോട്ടൽ കോസ്റ്റ് വെച്ചിട്ടുള്ള കഴിഞ്ഞു അല്ലേ? ഇനി ആവറേജ് കോസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആവറേജ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് പറയാം? TC ഡിവൈഡഡ് ബൈ Q ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് 5ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ്. അതിനെന്താ ചെയ്യേണ്ടത്? TFC ഡിവൈഡ് ബൈ Q ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ആൻഡ് 6th വൺ എന്ന് പറഞ്ഞാൽ AVC. ഓക്കെ, AVC കാണാനുള്ള ഇക്വേഷനാണ്. അതിന് TVC ഡിവൈഡ് ബൈ Q ആണ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഒരാൾ കൂടി നമുക്കുണ്ട് 7ാമതായിട്ട്. ആരാണ്? അത് MC ആണല്ലേ. MC കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q ആണ് നമ്മളോട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ 7 ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറഞ്ഞു വെച്ചു ഇക്വേഷൻസ് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് കോസ്റ്റ് ഞാൻ പറഞ്ഞു. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാനുള്ളത് TFC ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? TC ഇവിടെ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 0 ആണെന്നല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു സൂപ്പർ ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മളോട് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കേണ്ടവരാണ്. വെൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0, അഥവാ നമ്മുടെ Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് അഥവാ നമ്മുടെ Q എന്ന് പറഞ്ഞാൽ 0 ആകുന്ന സമയത്ത്, ആ കേസിൽ മാത്രമായിട്ട് നമ്മൾ പറയുന്നത്, ആ സമയത്തുള്ള പ്രത്യേകതനെ നമ്മുടെ TFC എന്ന് പറയുന്നത് എന്താവില്ല, ഒരിക്കലും 0 ആവില്ല. ഓൾറെഡി ഉണ്ടായ കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അത് പിന്നീട് എന്താവില്ല, 0 ആയി മാറുന്നില്ല. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മളൊരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടെങ്കിൽ നമ്മളവിടെ ബിസിനസ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ആ ബിൽഡിങ്ങിന് കുറച്ച് പൈസ ചിലവായിട്ടുണ്ടാവും അല്ലേ? അത് ഫിക്സഡ് കോസ്റ്റാണ്. ആ ചിലവായ പൈസ പിന്നെ കൂടെ കുറേ ചെയ്യും ഒരിക്കലും അല്ലേ? അത് ഓൾറെഡി ചിലവായി പോയി. അപ്പോൾ എന്താണ്? അത് ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും? എപ്പോഴും 0 ആവില്ല, ഒരിക്കലും 0 ആവില്ല. അത് ഫിക്സഡ് ആയിട്ടുണ്ടായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ അവിടെ നിങ്ങൾ ഓർത്തുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ TCയും എന്താവില്ല, കോസ്റ്റ് 0 ആവില്ല, ടോട്ടൽ കോസ്റ്റും 0 ആവില്ല. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ TCയും അതേപോലെ TFC എന്തായിരിക്കും? ആ സമയത്ത് തുല്യമായിരിക്കും. ഇപ്പോൾ ക്വാണ്ടിറ്റി 0 ആകുമ്പോൾ ഈ പറഞ്ഞ TCയും TFCയും
തുല്യമായിരിക്കും. ആൻഡ് ഫൈനൽ വൺ എന്താണ്, TVC ആ സമയത്ത് എന്ത് തന്നെയായിരിക്കും, TVC ആ സമയത്ത് 0 തന്നെയായിരിക്കും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോണം. കാരണം ഇതെന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചേക്കുക. ഈ ഒരു ഭാഗവും അതുപോലെ ഈ പറഞ്ഞൊരു ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചേക്കുക. എങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിന് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിവിടെ ഫസ്റ്റ് DC തന്നിട്ടുള്ളത് 10 പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 0 ആണ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TCയും TFC എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ. നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യം എന്താ, TC എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും ഈ പറഞ്ഞ TFCയും എന്ത് തന്നെയായിരിക്കും, 10 തന്നെയാണ് വരിക. ഇനി മറ്റേ 10 TFC എല്ലാ കോളത്തിനും സെയിം വാല്യൂസ് വരിക അല്ലേ. നമുക്കതിങ്ങനെ എഴുതിയേക്കാൻ നോക്കിക്കോളൂ. 10, ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10, അങ്ങനെ എല്ലാ കോളത്തിനും 10 ഒരേ വാല്യൂ വരുന്ന ആളാണ് ഫിക്സഡ് കോസ്റ്റ്. കാരണം എന്താണ്, അത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റാണ്. അത് ഫിക്സഡ് അതിന് മാറാൻ പോകുന്നുണ്ടോ, ഒരിക്കലും അല്ലേ. അപ്പോൾ എല്ലാ കോളത്തിനും സെയിം വാല്യൂ വെച്ചാൽ മതി. അപ്പോൾ 10 തന്നെ നമ്മൾ എഴുതി വെച്ചു. നെക്സ്റ്റ് TVC കണ്ടുപിടിക്കണ്ടല്ലേ. TVC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. TC നിന്നും TFC കുറച്ചാൽ എന്ത് കിട്ടും, നമ്മുടെ TVC കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, TVC കുറച്ച് നോക്കാം. ആദ്യം 10 നിന്നും 10 കുറച്ച് എത്ര കിട്ടും, 0 കിട്ടും. അത് നമ്മൾ എഴുതി വെച്ചു. കണ്ടല്ലോ, നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TVCയും 0 എന്നൊരു റിലേഷൻ പറഞ്ഞു. നോക്കിയേ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് 0, TVCയും ആ സമയത്ത് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. കൃത്യമാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഈ പറഞ്ഞ 30 നിന്ന് 10 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും, അതാണ് നമ്മുടെ അടുത്ത TVC. 30 നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തത് 45 നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 35 എന്ന് കിട്ടും. അടുത്തത് 55 നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ 45 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 70 നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ 60 എന്ന് കിട്ടുന്നു. ആൻഡ് 95 നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ 85. ഫൈനലി നമുക്ക് ഒരാൾ കൂടി 115 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 105 എന്ന് കൂടി കിട്ടുന്നു. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് TVC കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് AC കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, AC കാണാനുള്ള ഇക്വേഷൻ നമുക്കിവിടെ കൊടുത്തിട്ട് TC ഡിവൈഡ് ബൈ Q ആണ്. അതായത് ഈ പറഞ്ഞ TC എന്ന് പറഞ്ഞ കോളത്തെ ക്വാണ്ടിറ്റിയിൽ ഓരോ വാല്യൂസ് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എന്താ വരുന്നത്, 10 ഡിവൈഡ് ബൈ 0. ഓക്കെ, 10 ഡിവൈഡ് ബൈ 0. ഒരു സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് 0 ഇട്ട് വെക്കരുത്, ബ്ലാങ്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ഇല്ലാത്തൊരു കാര്യം കൊണ്ട് ഒരു സാധനം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ കൈ, ഞാനൊരു ഇല്ലാത്തൊരു സാധനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ആനമുട്ട കൊണ്ട് എൻ്റെ കൈ ഇവിടെ മുറിക്കാൻ പറ്റുമോ, ഒരിക്കലും ഇല്ല. എന്താ കാരണം, ആനമുട്ട എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ അതേപോലെയാണ് പറഞ്ഞത്, ഇല്ലാത്ത സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 10 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ഇട്ട് വെക്കുക. നെക്സ്റ്റ് അടുത്തത് 30 ഡിവൈഡ് ബൈ 1. 30നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര തന്നെ കിട്ടുക, 30 എന്ന് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ് 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 45 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് വേണ്ടോ ഇത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു പോകാൻ. കാരണം ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 40 2 കൊണ്ട് ഡിവൈഡ് 20 വരും. 22.5 എത്ര വരാം, 22.5 വരും. നെക്സ്റ്റ് 55 ഡിവൈഡ് ബൈ 3 അല്ലേ. 55 ഡിവൈഡ് ബൈ 3 നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റർ എടുക്കാം. ഞാൻ തൽക്കാലം കാൽക്കുലേറ്റർ എടുക്കുന്നത് നോക്കിക്കോളൂ. യെസ്, എത്ര ഇക്വേഷൻ, 55 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരം 18.33. ഓക്കെ, 18.33 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 70 ഡിവൈഡ് ബൈ 4, 70 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 17.5 ആയിരിക്കും. 17.5 ആയിരിക്കും. നെക്സ്റ്റ് 95 ഡിവൈഡ് ബൈ 5. ഓക്കെ, 95നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19 എന്ന് കിട്ടുന്നു. ആൻഡ് ഫൈനലി എത്രയുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന 115 അല്ലേ. 115 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത് 19.16. 19.16. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യം AC 30 പിന്നെ 22 പിന്നെ 18 17.5 വരെയായിട്ട് കുറഞ്ഞു. അതിനുശേഷം 19.16 കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ACയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞ പോലെ എന്താ, ഇങ്ങനെ ആദ്യം ഇങ്ങനെ കുറഞ്ഞൊന്ന് മിനിമം എത്തിയതിനു ശേഷം പിന്നെ കൂടുന്ന ടൈപ്പാണ് AC കർവ് പോകുന്നത്. ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഇനി അടുത്ത ABC കണ്ടുപിടിക്കേണ്ടത്. ABC കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, TVCയിൽ നിന്നും Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളിത് ചെയ്ത് നോക്കുകയാണ്. നെക്സ്റ്റ് നോക്കിക്കോളൂ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞിരിക്കുന്ന TVC ആണ് കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്നും ABC കണ്ടുപിടിക്കുന്നു. TVCയിൽ നിന്നും ABC കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് 0 ഡിവൈഡ് ബൈ 0 ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബ്ലാങ്ക് ഇട്ട് വെക്കുന്നു. ദെൻ നെക്സ്റ്റ് 20 ഡിവൈഡ് ബൈ 1 അല്ലേ. 20നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 20 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത് 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 17.5 ആയിരിക്കും അല്ലേ. 17.5 കിട്ടും. നെക്സ്റ്റ് നമ്മളിവിടെ പറയുന്നത് ഈ പറഞ്ഞ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 45നെ 3 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. യെസ്, 45 അവിടെ. യെസ്, 45 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടുന്നു. നെക്സ്റ്റ് 60 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും, വീണ്ടും 15 എന്ന് കിട്ടും. നെക്സ്റ്റ് 85 ഡിവൈഡ് ബൈ 5, 85 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 80 ആകുമ്പം 80. ഓക്കെ,
കാൽക്കുലേറ്ററിന് എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, വേണ്ട, അത് പറഞ്ഞുതരാം. ഈ പറഞ്ഞ 80 30 10 50 10 ഒക്കെ 16 17 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, 85/5 യെസ് 17 എന്ന് കിട്ടുന്നു. ആൻഡ് നെക്സ്റ്റ്, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഉത്തരം 17, ഞാനത് എഴുതി വെച്ചു. ആൻഡ് നെക്സ്റ്റ് എന്താ ഉള്ളത്? 105/6 105/6. ഓക്കെ, നമുക്ക് നോക്കാം. 105നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17.5 എന്ന് കിട്ടും. 17.5 കിട്ടും. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ABC-യും 20 17.5 പിന്നെ അത് 15 കുറഞ്ഞു അല്ലേ? പിന്നെ അതിനുശേഷം 17 17.5 കൂടുകയും ചെയ്തു. ആ കർവ് എങ്ങനെ തന്നെ പോകുന്നത്? ഇതുപോലെ തന്നെ പോകുന്നത് അല്ലേ? ആദ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നു, പിന്നെ അത് മിനിമം എത്തിയതിനു ശേഷം കൂടി പോവുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ MC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ട? AFC കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട, വെറുതെ ഇക്വേഷൻ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് MC കാണാനാണ്. MC കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് MC കാണാനുള്ള ഇക്വേഷൻ? ∆TC / ∆Q എന്ന ഫോർമാറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ∆TC / ∆Q ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് MC എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാത്രമേ ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും പഠിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ, ഇക്വേഷൻ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്താ പറയുക? അതായത് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അതായത് എങ്ങനെ മാറ്റി എഴുതാൻ വെച്ചാൽ പറഞ്ഞുതരാം. നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കാം, ∆TC / MC എന്ന് എഴുതിയേക്കാം. അതിൻ്റെ കാരണം എന്താ പറയുക? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ∆Q എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം. ക്വാണ്ടിറ്റിയിലെ വ്യത്യാസം നിങ്ങൾ നോക്കി, 0 1 ആവുന്നതും 1 2 ആവുന്നതും 2 3 ആവുന്നതും 3 4 ആവുന്നതും 4 5ലേക്കും 5 6ലേക്കും മാറുന്നതൊക്കെ 1 വെച്ചിട്ടാണ്. അപ്പോൾ ∆Q എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര വാല്യൂ? 1 ആണ്. ഓക്കെ, ∆Q എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും 1 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ നോക്കി നിങ്ങളുടെ ∆TC / ∆Q എന്ന് പറഞ്ഞപ്പോഴും എന്തായിട്ട് വരും? ∆TC / 1 എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ വാല്യൂ വെച്ച് നമ്മൾ എഴുതിയത് MC ഇങ്ങനെയും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് MC കാണാനുള്ളൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. മിക്കവാറും യൂസ് ചെയ്യും. കാരണം നിങ്ങളുടെ മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇതുപോലെയാണ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെറുതെ ∆TC കൊണ്ട് ∆TC എന്ത് ചെയ്യേണ്ട? ∆Q കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ നിൽക്കണ്ട. നിങ്ങൾ ഡയറക്റ്റ് ഈ ഇക്വേഷൻ വെച്ച് ചെയ്തു പോയാൽ മതി. നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, 10 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഒരു മാറ്റമില്ല, അതുകൊണ്ട് ബ്ലാങ്ക് ഇട്ട് വെക്കുന്നു. നെക്സ്റ്റ് 10 30 മാറി. 10 30 മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് എത്ര? 20 ആണല്ലേ? നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? അത് എഴുതുന്നു. ഓക്കെ, ഇനി അടുത്തത് 30 45 മാറി. അപ്പോൾ എത്രയായി? 30 45 മാറി എന്ന് പറഞ്ഞാൽ 15 അല്ലേ? നമ്മൾ ആ വ്യത്യാസം അവിടെ എഴുതി വെച്ചു. 45 55 മാറി. അപ്പോൾ എത്ര വ്യത്യാസം? 10 ആണല്ലേ? ആ 10 നമ്മൾ നേരെ ഇവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത് 55 70 മാറി. എത്ര വ്യത്യാസം? 15 ആണ്. ഓക്കെ, നമ്മൾ ആ 15ഉം കൃത്യമായിട്ട് എഴുതി വെച്ചു. ആൻഡ് 70 എന്ത് ചെയ്തു? 95 മാറി. അപ്പോൾ എത്ര? 70 95 ആണെങ്കിൽ 25 വ്യത്യാസം, നമ്മൾ അത് എഴുതി വെച്ചു. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ എത്രയാണ്? 95 115 മാറി. അപ്പോൾ അപ്പോഴത്തെ വ്യത്യാസം 105 115 20 തന്നെ വ്യത്യാസം അല്ലേ? 20. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ആദ്യം 20 15 10 കുറഞ്ഞു, പിന്നെ 15 25 20 അങ്ങനെ മേലേക്ക് പോയിട്ട് ഡിഫറൻസ് വരികയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ MC-യുടെ ഷേപ്പ് സാധാരണ ഇങ്ങനെ തന്നെ വരിക. ഇങ്ങനെ തന്നെ അപ്പോഴും സ്ലോപ്പിംഗ് ആയിട്ട് തന്നെയാണ് MC-യുടെ ഷേപ്പ് വരാറുള്ളത്. 3ൻ്റെ ഷേപ്പ് നമ്മളോട് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞു നിങ്ങളോട് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ 5 മാർക്കാണ് വരിക. നോക്കിയേ, 1 2 3 4 5 കോളം, 5 കോളത്തിനും ഓരോ മാർക്ക് വെച്ച് 5 മാർക്ക് അവിടെ കിട്ടും. നെക്സ്റ്റ് ബാക്കിയുള്ള 3 മാർക്ക് കൂടി ചേർത്ത് എങ്ങനെ 8 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. അതായത് നമ്മളോട് ഇതിൻ്റെ ഷേപ്പ് വരക്കാൻ പറയും. നിങ്ങൾ നോക്കിയേ, MC കർവും AC കർവും ABC കർവൊക്കെ വരക്കാൻ പറയും. അപ്പോൾ നോക്കുക, AC കർവ് ABC കർവ് ദെൻ MC കർവ്. ഓക്കെ, ABC കർവ് ഇതൊക്കെ എങ്ങനെ വരക്കണം എന്നുള്ള കാര്യം ചെയ്യാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവിടേക്ക് എത്തുക, ലൈവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതെങ്ങനെ വരച്ചു, ഇതെങ്ങനെ കിട്ടി, അതേപോലെ ഇത് പഠിക്കാൻ വേറെ വല്ല സിമ്പിൾ ടെക്നിക്ക് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക, അതൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. അതിൻ്റെ മുൻപ് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് ലൈവ് നടക്കാറുണ്ട്, അതുപോലെ മോർണിംഗിൽ റോക്കറ്റ് ലൈവ് നടക്കാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് രണ്ടിനും വന്നു കഴിഞ്ഞാൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് വാക്ക് പറയുന്നു, നിങ്ങളെ ലൈവ് കൃത്യമായിട്ട് കണ്ടിട്ട് പഠിച്ചിട്ടാണ് മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്കൊരു 50 മാർക്ക്, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ആട്ടോ ഞാൻ പറഞ്ഞാൽ 50 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അത്രയും ഞാൻ ഉറപ്പ് തരുന്ന പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്കിത് പഠിക്കാനുള്ള കുറേ കണ്ടൻറ്റുകൾ എന്ത് ചെയ്ത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.